നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറിന് തൊട്ടതെല്ലാം പഴയ്ക്കുന്നു. കഷ്ടകാലാണെന്നാണ് തോന്നണത്. കണ്ടകശേനിയാണോ എന്നറിയില്ല. ഈ മദ്ദളത്തിൻ്റെ ജന്മമുണ്ടല്ലോ, രണ്ട് ഭാഗത്തുനിന്നും അടി കിട്ടും. ചെണ്ടയെ പോലെയല്ല, ചെണ്ടയ്ക്ക് ഒരു ഭാഗത്ത് അടി കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ സതീശൻ സാറിന് ഈ മദ്ദളത്തിൻ്റെ അവസ്ഥയാണ്, രണ്ട് ഭാഗത്തുനിന്നും അടിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സതീശൻ സാറ്. അതെന്താണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കളിയും ചിരിയും തമാശകളും വാർത്തകളും ആക്ഷേപഹാസ്യങ്ങളുമായി സ്പേസ് മലയാളം നിങ്ങളോടൊപ്പം. അതിനുവേണ്ടി സ്പേസ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സതീശൻ സാറിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ്. നമ്മുടെ സന്തത സഹചാരിയായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഈ അടുത്ത കാലത്ത് ഇങ്ങോട്ട് പണി കൊടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അതൊന്നും തല ഊരിയിട്ടില്ല. മറുപടി പറഞ്ഞ് മടുത്തു. അങ്ങനെ നിയമസഭ വിളിച്ചു. വലിയ കോപ്പ് കുട്ടി വന്നു. ആഭ്യന്തര വകുപ്പിനെ അങ്ങോട്ട് നമുക്ക് പിച്ചി ചീന്താന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നേരെ കൊടുത്തു. കാരണം ഈ അടുത്ത കാലത്ത് ഈ പോലീസ് അതിക്രമങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങളുടെയൊക്കെ വീഡിയോ ഒക്കെ പുറത്തു വന്ന് കുന്നംകുളത്തേക്ക് സംഭവമൊക്കെ വലിയ കൂളിളക്കം സൃഷ്ടിച്ചത് വലിയൊരു ആയുധമാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് വന്നു. കോപ്പ് കൂട്ടി വന്നതാണ്. ഈ ചർച്ചയ്ക്ക് നോട്ടീസ് കൊടുക്കുന്നു. അവർ വിചാരിച്ചത് എന്താ, സതീശൻ സാറും കൂട്ടരും വിചാരിച്ചത് എന്താ അറിയോ, ഇത് പിണറായി സഖാവ് എന്തായാലും ചർച്ചയ്ക്കെടുക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി പറഞ്ഞു നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവരുടെ മനസ്സിലെന്ന് അറിയില്ല. കാരണം എല്ലാം എതിരാണല്ലോ. സകലിടത്തും വീഡിയോ അടക്കമാണ് തെളിവ് വന്നിരുന്നത്. പാവം കൂമ്പിലിട്ട് ഇടിക്കുന്ന ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി തലങ്ങും വിലങ്ങും മുതുകത്തൊക്കെ ഇടിക്കുന്ന ചിത്രങ്ങൾ കണ്ടാൽ ഏത് പെറ്റ അമ്മയും കരഞ്ഞു പോകുന്ന വിധത്തിലാണ് ഈ പിണറായി പോലീസ് ചെയ്യുന്നത്. അപ്പോൾ പിച്ചി ചീന്താന്ന് വിചാരിച്ചാണ് നമ്മുടെ സതീശനും കൂട്ടരൊക്കെ പ്രസംഗിച്ചത്. അങ്ങനെ നിരനിരയായി പ്രതിപക്ഷത്തു നിന്നുള്ള അറ്റാക്ക് തുടങ്ങി. തീർച്ചയായും അതിന് മറുപടിയായിട്ട് ഭരണപക്ഷവും എഴുന്നേറ്റു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി സഖാവിൻ്റെ മറുപടി പ്രസംഗത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഈ കോൺഗ്രസ്സുകാരുടെ 2016 വരെയുള്ള ഭരണത്തിൻ്റെ പോലീസ് അതിക്രമങ്ങളുടെ ഒരു കഥയുടെ പരമ്പരയങ്ങ് അഴിച്ചുവിട്ടു. എന്നിട്ട് എത്ര പോലീസുകാർക്കെതിരെ അന്നൊക്കെ നടപടിയെടുത്തു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചതോടുകൂടെ ഏതാണ്ട് ഈ സതീശൻ സാറിൻ്റെ മുഖത്തെ ഭാവമൊന്ന് കാണായിരുന്നു. അങ്ങോട്ട് വെളുത്തുപോയി. തൊട്ടടുത്തിരുന്ന് രമേശ് ചെന്നിത്തല സാറെ ഒന്ന് നോക്കി, താങ്കൾക്ക് വല്ല വിവരമുണ്ടോ ഇതിനെ പറ്റിയിട്ട്? നമ്മളൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഇതുപോലെ പോലീസ് അതിക്രമം ഉണ്ടായി. അത് പുള്ളി ചൂണ്ടിക്കാണിക്കുന്ന മുത്തങ്ങ കേസും ശിവഗിരി കേസും അങ്ങനെ ഒരുപാട് കേസുകൾ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ പോലീസ് നരനായാട്ട് നടത്തിയിട്ടുണ്ട്, പോലീസ് വെടിവെപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ പോലീസുകാരെയൊക്കെ നമ്മൾ പിരിച്ചുവിട്ടോ, അത് അവർക്കെതിരെയൊക്കെ നടപടിയെടുത്തോ എന്നാണ് ഈ പിണറായി സഖാവ് ചോദിക്കുന്നത്. വല്ലതും അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബബ്ബാന്നായി. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഒന്നും അറിയില്ലല്ലോ. പക്ഷേ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതല്ലേ, തൊട്ടടുത്തിരിക്കുകയാണ്. പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, അല്ല അത് ഞങ്ങൾക്കും പറയാനുണ്ട്, ഞങ്ങളുടെ കാലത്തൊക്കെ നടപടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നായി പിണറായി സഖാവ്. പെട്ടുപോയില്ലേ? അങ്ങനെ എണ്ണം പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ പെട്ടുപോയി. അപ്പോൾ പിണറായി പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ കാലത്ത് ഇതാ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ 148 പേരെയാണ് പിരിച്ചുവിട്ടത് പോലീസിൽ നിന്ന് എന്ന മറുപടി കൊടുത്തോടുകൂടെ ആര് പെട്ടുപോയി? നമ്മുടെ ഈ സതീശൻ സാറങ്ങ് പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരടി കിട്ടിയെന്നർത്ഥം. AK ആൻ്റണിയുടെ കാലത്ത് ശിവഗിരിയിൽ സന്യാസിമാരെ തല്ലിച്ചതച്ചത്, മുത്തങ്ങയിൽ ഇപ്പോൾ പോലീസ് വെടിപ്പും വലിയ സങ്കടമാണ്. കാരണം ആദിവാസികളടങ്ങിയ വലിയൊരു സംഘം തന്നെ മുത്തങ്ങയിൽ നടന്ന കുടിൽവെപ്പ് സമരത്തിനെയൊക്കെ തല്ലി ഓടിക്കുന്നതാണ്, തല്ലി ചതച്ചോടിക്കുന്നതും വെടിവെപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ എതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കാലത്ത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിലാകെ പെട്ടുപോയപ്പോൾ പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ സഭ വിടുകയാണ്, വാക്കൗട്ട് നടത്തുകയാണ്, ഞങ്ങൾ 2 MLA അവിടെ പടിയിൽ കുത്തിയിരിക്കാൻ പോവുകയാണ്, ഒരു സമരം നടത്താൻ പോവുകയാണ്, ഒരു സത്യാഗ്രഹ സമരം നടത്തുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ പോക്കാണ്. അങ്ങനെ പോയി 2 പേരെ പാവം അവിടെ നിയമസഭയുടെ കവാടത്തിലിരുത്തിക്കൊണ്ട് സതീശൻ സാറങ്ങ് പുറത്തുപോയി. ഇത് രാഹുൽ മാങ്കൂട്ടം കൊടുത്ത ക്ഷീണം തീരുന്നതിന് മുമ്പാണ് ഈ ഒരു പണി കിട്ടിയത്. ഈ പണിക്കൊരു നല്ല മറുപടി കൊടുക്കാൻ ഇവിടെ യുവസിംഹങ്ങളായ MLA ഉണ്ടായിട്ടും അവരും മറ്റേ ക്ഷീണത്തിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടം കൊടുത്ത പണിയുടെ ക്ഷീണത്തിലായിരുന്നുകൊണ്ട് അവർക്കും കമാനൊന്നും അറിയില്ല. അവർക്കെന്ത് മുത്തങ്ങ സംഭവം, അവർക്കെന്ത് ശിവഗിരി, അതൊന്നും അവർക്ക് ഓർമ്മയില്ല, കാര്യങ്ങളും അറിയില്ല. അപ്പോൾ ആകെ പെട്ടുപോയ അവസ്ഥയിലായിപ്പോയി. ഇങ്ങനൊരു പണി കൊടുത്തപ്പോൾ ശരിക്കും അത് കൊണ്ടു ചെന്ന് തറച്ചത് നമ്മുടെ
ആൻ്റണി സാറിനാണ് കേട്ടോ. ആൻ്റണി സാറിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പുള്ളി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ രണ്ട് സംഭവങ്ങളും, മുത്തങ്ങ സംഭവവും ശിവഗിരിയും നടക്കുന്നത്. എന്നാൽ ആരെങ്കിലും ഒന്ന് ഈ ആൻ്റണി സാറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ സതീശൻ സാറോ രമേശ് സാറോ അല്ലെങ്കിൽ മറ്റ് MLA-മാരോ ഒന്ന് എണീക്കണ്ടേ? ആരും എണീറ്റില്ല. ഇത് കേട്ട ആൻ്റണി സാറിന് വലിയ സങ്കടമായിപ്പോയി. പുള്ളി പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ചു. മുഖ്യമന്ത്രി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് കമാന്നൊരക്ഷരം പറയാതെ ഒരു കോൺഗ്രസ്സുകാരും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് ഞാൻ തന്നെ വന്ന് അതിന് മറുപടി പറയാം എന്നും പറഞ്ഞിട്ട് പുള്ളി വന്ന് സങ്കടം പറയാണ്. അന്നത്തെ ആ സംഭവത്തിലൊക്കെ എനിക്ക് വലിയ ഖേദമുണ്ട്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് വലിയ അക്രമാസക്തമായ ജനക്കൂട്ടത്തിനെതിരെയും അന്ന് അങ്ങനെ ഒരു നടപടി വേണ്ടി വന്നു. അതിൽ നിന്ന് ഞാൻ ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു എന്ന് മാത്രമല്ല, ഇനിയൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണേണ്ടി വരും. ഞാൻ ഒരു ആത്മകഥ രചിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ആൻ്റണി വിടുന്നത്. ദീർഘകാലം കേന്ദ്രമന്ത്രിയായിരുന്നു, കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിരുന്നു, നമ്മുടെ ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. കേരളത്തിലെ ഇന്ന് തലമുതിർന്ന നേതാവായ ആൻ്റണിയെ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിപ്പിക്കാനൊരു സ്ഥിതി വരുത്തി വെച്ചത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ പരമദയനീയ അവസ്ഥയാണ് പുറത്തു കാണിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? ചില കോൺഗ്രസ്സുകാർ രഹസ്യമായിട്ടും മാർക്സിസ്റ്റുകാർ ഉറക്കെയും വിളിച്ച് പറയുന്നത്. എന്തായാലും BJPക്ക് തൻ്റെ മകനെ ദാനം ചെയ്തൊരു വ്യക്തിയാണ് AK ആൻ്റണി. താൻ എന്തായാലും ജീവിതകാലം മുഴുവൻ കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും എന്ന് പറയുന്ന AK ആൻ്റണി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയതിൽ, തനിക്കിങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയതിന് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ സതീശൻ സാറിനെ പരോക്ഷമായെങ്കിലും കുറ്റപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ല മറിച്ചാണ് നിങ്ങൾക്ക് അഭിപ്രായമെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.